ജഅല മുഹമ്മദ് മൗലിദ്, ആ മൗലിദിൽ കുറെ കാര്യങ്ങൾ ഇവർ തള്ളുന്നതുണ്ട് എന്നാ, സ്വീകരിക്കാൻ പറ്റാത്തുണ്ട് എന്നാ. എന്തൊക്കെയാണ് ഇതിന് ഉദാഹരണം എന്നറിയോ? നല്ല രസകരമായ ഉദാഹരണങ്ങളാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഈ സിദ്ദീഖ് നമ്മുടെ ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്ന ഒരു കള്ളക്കഥ എന്താ? ബദർ യുദ്ധത്തിൽ 12,000 മുശ്രിക്കുകൾ, കാഫിറുകൾ തിരിഞ്ഞോടിപ്പോയി, പേടിച്ച് പരാജയപ്പെട്ട് തിരിഞ്ഞോടിപ്പോയി എന്നാണ്. 12,000. അപ്പൊ അലവി സഖാഫി പറഞ്ഞിട്ടുണ്ട്, 12,000 അതുണ്ടോ? അതൊക്കെ ഈ കളവാണ്, അങ്ങനെ കുറെ കളവ് അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്നുണ്ട്. ഏതായാലും അതിനെ നിഷേധിക്കുന്നുണ്ട്, നമുക്ക് കാണാം. അതിനു മുമ്പ് ഇതിൽ പറയുന്ന ഈ മൗലിദ് കിതാബ്, ഈ മൗലിദ് കിതാബ് എത്ര വകയെന്നറിയോ? 155 വക. 155 വക. ഇതിൽ പറയുകയാണ് ഫൻഹസമ, അങ്ങനെ പിരിഞ്ഞോടുകയാണ്, പേടിച്ച് പരാജയപ്പെട്ടു പോവുകയാണത്രേ. 12,000 റജുലിൻ മിനൽ കുഫാർ യൗമ ബദരിൻ, ബദറിന്റെ ദിവസം എത്ര? 12,000 റജുൽ, 12,000 ആളുകൾ. കുഫാറുകളിൽ നിന്നും 12,000 ആളുകൾ തിരിഞ്ഞോടിപ്പോയി എന്നാണ്. അലവി സഖാഫി പറയുകയാണത് കളവാണ്, അത് കളവാണെന്ന് ഈ ചർച്ചയിൽ പറയുന്നു. അതിന് മറുപടി നെല്ലിക്കുത്ത് പറയും, അതിന് മറുപടി വേറെ മുസ്ലിയാക്കന്മാർ പറയും. ആദ്യം അലവി സഖാഫി നമ്മൾ പറയാൻ വിടുക. അയാൾ പറയുന്നു, അങ്ങനെ കുറെ കളവ് ജഅല മുഹമ്മദ് മൗലിദിലുണ്ട്, കേട്ടോളൂ. അതിലുള്ള ഒരു മൗലിദാണ് ജഅല മുഹമ്മദ് മൗലിദ്. ആ മൗലിദിൽ ഇവർ തന്നെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. ബദർ ദിവസം 12,000 ആളുകൾ തോറ്റോടി. അത് നുണയാണ്, ശരിയല്ല. അത് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിൽ നുണകൾ പലരും കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് ഐക്യവേദിക്കാർ പറഞ്ഞു ഞങ്ങൾ ഇത്രയും കൊടുത്തു, ഇതിലേത് മൗലിദൊക്കെയാണ് അംഗീകരിക്കുക? ഞാൻ പറഞ്ഞു പലതിലും കളവുണ്ട്. കളവാണ് ഞാൻ കാണിച്ചു തരപ്പോൾ ഒരു കളവിലുണ്ട്, ഒരു അബദ്ധത്തിലുണ്ട്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പറയുന്നത് അതാണ്. കണ്ടോ, ബദർ ദിവസം 11,000 ആളുകൾ കുഫാറുകൾ ഒളിച്ചോടിയെന്ന. ബദർ ദിവസം ആകെ 1000 ആളാണുള്ളത്. അത് 11,000 ഇവർ കടത്തിക്കൂട്ടിയതാണ്. ഇതിനെ അവർ കണ്ടോകള്, ബദർ മൗലിദിൽ കടത്തിക്കൂട്ടിയതാണ്. ആര്? നമ്മള് കടത്തിക്കൂട്ടിയതാണ്. എന്നാ കേട്ടോ, ആരാ പറയുന്നറിയോ? നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ, പേരോടിന്റെ ഉസ്താദ് ആര്? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ. നേരത്തെ നമ്മൾ സിദ്ദീഖ് മൗലവി കണ്ടില്ലേ? റഷീദ് സഖാഫി കുറ്റിയാട് പറയാ, മൂപ്പരത് അംഗീകരിക്കും. സിദ്ദീഖ് മൗലവി മൂപ്പര് സമ്മതിക്കും. പേരോട് എന്ന് പറഞ്ഞാൽ റഷീദ് സഖാഫിന്റെ ഉസ്താദാ. റഷീദ് സഖാഫി കുറ്റിയാടിന്റെ ഉസ്താദാണ് ആര്? പേരോട് അതിനെ എതിർക്കുക. ഇനി അതിന്റെ ഉസ്താദ് നെല്ലിക്കുത്തോ മൂപ്പരനെ അംഗീകരിക്കുക. അപ്പൊ പേരോട് ഒറ്റപ്പെട്ടു. എന്താ കഥ കൂട്ടരെ? നെല്ലിക്കുത്ത് ഈ സിദ്ദീഖ് മൗലവിനെ അംഗീകരിക്കുക, അയാളുടെ ശിഷ്യൻ പേരോടോ അതിനെ എതിർക്കുക, അയാളുടെ ശിഷ്യൻ റഷീദ് കുറ്റിയാടിയോ അതിനെ അംഗീകരിക്കുക. അതിന്റെ ശിഷ്യന്റെ കഥ എന്താ പോയാലോ? ഈ കോലത്തിൽ ഈ മൗലിദിനെ ന്യായീകരിക്കുന്ന ഈ മുസ്ലിയാക്കന്മാര് തലപ്പാവ് ധരിച്ച് സമൂഹത്തെ പറ്റിക്കാന്നല്ലേ പറയേണ്ടത്? പക്ഷേ അത് മാന്യത അല്ലാത്തതുകൊണ്ട് പറയുന്നില്ല, മാന്യത അല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ആലോചിച്ചോക്ക്, ഇതല്ലേ കഥ? ഇനി ഈ 12,000 ആളുകൾ തിരിഞ്ഞോടി എന്ന് പറയുന്ന ഈ ഒരു കള്ളക്കഥ, ഏതിലെ? ജഅല മുഹമ്മദ് മൗലിദിലുള്ള കള്ളക്കഥയില്ലേ? അതിനെ ഇതാ ന്യായീകരിക്കുന്നു ആര്? ഇതേ മുസ്ലിയാർ. ഏത് മുസ്ലിയാർ? നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അഥവാ ഇവിടെ വന്ന റഷീദ് സഖാഫി കുറ്റ്യാടിയുടെ ഉസ്താദിന്റെ ഉസ്താദായ നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇതാ അലവി സഖാഫി വായിച്ച അത് കള്ളമാണ് എന്ന് പറഞ്ഞ ആ കള്ള സംഭവത്തെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നു. കേട്ടോളൂ ചോദ്യം. ജഅല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ. പിന്നെ എങ്ങനെയാണ് 12,000 കാഫിറുകൾ ഓടിപ്പോകുന്നത്? ചോദ്യം പ്രസക്ത. നമുക്ക് സിമ്പിളായി പറയാം, കള്ളമാരി മൗലിദല്ലേ, ഇല്ലാക്കോന്ന് ചോദിച്ചാൽ മതി. പക്ഷെ ഇയാള് പറഞ്ഞ മറുപടി എന്താ? അലവി സഖാഫിക്കുമാണെങ്കിൽ പറയാ, ഒക്കെ കള്ളം കുറെ കടന്നു കൂടിയിട്ടുണ്ട്. എന്നാ കേട്ടോ, നെല്ലിക്കുത്ത് പറഞ്ഞ് ജഅല മുഹമ്മദിന്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണ് ഉള്ളത്. കേട്ടോ, കഴിഞ്ഞില്ല. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുക്കളുണ്ടല്ലോ, അവരെല്ലാം തന്നെ പിന്തിരിയുകയുണ്ടായി. ഇങ്ങനെ എല്ലാ ഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജഅല മുഹമ്മദിൽ പറഞ്ഞത്.
ഓ എന്റെ മുസ്ലിയാക്കന്മാരെ, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ആരെയാ നിങ്ങൾ പറ്റിക്കുന്നത്? ഈ വലിയ വലിയ മുസ്ലിയാക്കന്മാർ പറ്റിക്കും, അങ്ങനെയാണല്ലോ വലിയ പറ്റിക്കൽ നടത്തണല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ? എവിടേക്കാങ്ങൾ എത്തുന്നത്? കഴിയില്ല. ഇതിപ്പോ ഇവിടെ വന്ന റഷീദ് സഖാഫിയുടെ ഉസ്താദിന്റെ ഉസ്താദാണെങ്കിൽ കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് എന്താ പറയുന്നത് കേട്ടോ? ഞെട്ടും നിങ്ങള്. എന്തേ? കാന്തപുരത്തിന്റെ ഉസ്താദിന്റെ ഉസ്താദ് പറയുന്നതെന്നറിയോ? സമ്പൂർണ്ണ ഫതാവ മുഫ്തി താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖഖീൻ ശൈഖുനാ കെ സദഖത്തുല്ലാഹ് മുസ്ലിയാർ മൗലവി നദിയിലെ എഴുതി ആൾക്കാരെ പറ്റിക്കാനാണോന്ന് അറിയില്ല, ഏതായാലും പോട്ടെ. മുസ്ലിയാർ, ഇയാൾ ആരാ? ഈ മുസ്ലിയാർ ആരാ? സമസ്ത 70 പിന്നിട്ട സമസ്ത എന്ന ഇവരുടെ തന്നെ പ്രസിദ്ധീകരണത്തിൽ ഇവരുടെ പരമ്പര പറയുന്നുണ്ട് കേട്ടോ. കാന്തപുരത്തിന്റെ പരമ്പര എങ്ങട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്തുന്ന നിലക്കുള്ള പരമ്പര ഉണ്ട് അത്രേ. പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന ഒരു ഏർപ്പാടാണ് മുസ്ലിയാക്കന്മാര് ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പാരമ്പര്യം പറയുകയാണെങ്കിൽ എവിടെയാണ് പാരമ്പര്യമുള്ളത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കാനാണെങ്കിൽ കാന്തപുരവും ടീമും പറയുന്നത് അള്ളാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാമെന്നാണ്. എങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് ആ വിഷയത്തിൽ പാരമ്പര്യം അവകാശപ്പെടാൻ സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഈ കൊടുത്ത പരമ്പരയോ കള്ളപ്പരമ്പരയാണ്. ആദർശത്തിന്റെ പിൻബല നിങ്ങൾ ആ ഒരു പാരമ്പര്യത്തിന് ഇല്ല, പരമ്പരയ്ക്കില്ല എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. കാന്തപുരത്തിന്റെ ഇവിടെ അങ്ങോട്ട് തുടങ്ങുകയാണ്. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, പിന്നെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, പിന്നെ അബൂ ഉസാമ സ്വദഖത്തുള്ള മുസ്ലിയാർ. അപ്പോ റഷീദ് സഖാഫിന്റെ ഉസ്താദ് പറയുന്നത് ജാല മുഹമ്മദ് മൗലവി ശരിയാണ്, ആ കള്ളക്കഥ ശരിയാണ്. കാന്തപുരത്തിന്റെ ഉസ്താദ് പറയുന്നതോ നിങ്ങൾ കേൾക്കുക സഹോദരന്മാരെ. ഇതിൽ പറയുകയാണ്, ഈ സ്വദഖത്തുള്ള മുസ്ലിയാർ പറയുന്നത് അതിന് യാതൊരു കുഴപ്പവുമില്ല, അത് അംഗീകരിക്കേണ്ടതാണ്, അംഗീകരിക്കാൻ പറ്റിയതാണ് എന്നാണ്. കേട്ടോളൂ ചോദ്യം. ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലവിയിൽ കാണുന്നു. ബദറിൽ 1000 കാഫിറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 പേർ ഓടുന്നത്? നല്ല ചോദ്യമാണല്ലോ. ഉത്തരം, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിഹിതരായിരുന്നുവെന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നുമുള്ള സംഭവം ചരിത്ര പ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും, ആകെ 12,000. ഓ മുസ്ലിയാക്കന്മാരെ, നിങ്ങൾ ഈ നാട്ടുകാരോട് പറയട്ടെ, ആ CD ഒന്ന് നിങ്ങൾ കാണണം, ആ സംവാദത്തിന്റെ വ്യവസ്ഥയുടെ ആ ചർച്ച കാണണം. നിങ്ങൾ CD-യുടെ പ്രവർത്തകർ വെക്കലൊക്കെ ഉണ്ടാകും, നിങ്ങളത് കാണണം. അതിലെന്താ അലവി സഖാഫി പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? എന്താ? അത് ശരിയല്ല, കള്ളമാണ് എന്നാണ്. എങ്കിൽ കാന്തപുരത്തിന്റെ ഉസ്താദ് സദഖത്തുള്ള മുസ്ലിയാർ പറഞ്ഞത് അത് ശരിയാ, കള്ളക്കഥയല്ല, ആ സംഭവം ശരിയാണ് എന്നാണ്. മാത്രമല്ല റഷീദ് സഖാഫിയുടെ ഉസ്താദായ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയുന്നതും അത് ശരിയാണ് എന്നാണ്. ഏതാ നിങ്ങളുടെ ദീന്? പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.